സങ്കീർത്തനം 145:19. സാംസ് 145 വേഴ്സ് 19. 145:19. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം. കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ 145 തുടങ്ങുമ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ദാവീദ് രാജാവായിട്ടിരിക്കുമ്പം ഏതോ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞിട്ട് രാജാവ് നിന്നിൽ ആശ്രയിക്കുന്നത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് ഒട്ടിയിരുന്നു. പലപ്പോഴും തന്നെത്താനെ ഇരിക്കുമ്പോൾ കിന്നരമെടുത്ത് പാടുകയും ദൈവത്തിൻ്റെ നല്ലൊരു ഇടയനായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ ബലഹീനതകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആത്മാവിൽ എഴുതിയിരിക്കുന്ന ഈ സങ്കീർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നതിനാൽ ഇന്നും അത് നമുക്ക് പ്രയോജനമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് പറയുന്നതിന് സമയപരിധിയില്ല. നമുക്ക് ഉൽപ്പത്തി തൊട്ടുള്ളത് നമുക്ക് പ്രയോജനം, വെളിപ്പാടി പറയുന്നത് നമുക്ക് പ്രയോജനം. കാരണം ടൈം ഡസ് നോട്ട് ചേഞ്ച് ദി എക്സിസ്റ്റൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഇതൊന്നും തടസ്സമല്ല. നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പം എനിക്ക് 10 വർഷം എടുക്കുമായിരിക്കും അത് ചെയ്തെടുക്കാൻ. ചിലപ്പം പരിശുദ്ധാത്മാവിന് പെട്ടെന്ന് അത് ചെയ്യുന്നത് കാണാം. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു സ്ഥലത്തിന് കുറേ നാളായിട്ട് പ്രശ്നം, അത് കയ്യങ്ങ് ഒഴിഞ്ഞ് ഇനി എന്തെങ്കിലും എന്തായാലും ആട്ടെ നമ്മൾ വിട്ടുകളഞ്ഞു. പെട്ടെന്ന് ഒരു പ്രാവശ്യം പെട്ടെന്ന് ദൈവം ഇറങ്ങി വന്നു. ഈ വീട് പണിത് അങ്ങനെയാണ്. ഇത്ര നാളായിട്ട് തീരത്തില്ല. എന്താണ് മുടക്കം ദൈവത്തിന്? പ്രാർത്ഥിക്കാവുന്ന വിധത്തിലെല്ലാം പ്രാർത്ഥിക്കും. പിന്നെ അവസാനം ദൈവം ഇറങ്ങി വന്നപ്പോൾ അത് ഭംഗിയായിട്ട് അങ്ങ് തീർന്നു. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സമയത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ 145 തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കുക. എല്ലാവരുടെയും ആഗ്രഹമല്ല. ദൈവം ആരാണ് ഭക്തനെന്ന് ചോദിച്ചാൽ അവന് വേണ്ടി ജീവിക്കുന്നവർ, അവനെ ആഗ്രഹിക്കുന്നവർ, അവനെ ആശ്രയിക്കുന്നവർ. ഒരു ദൈവഭക്തനായ പുരുഷനെന്ന് പറയുമ്പം അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെയൊക്കെ ദൈവം വിളിച്ചു മാറ്റുക. അബ്രഹാമിനെ വിളി കേട്ടു, അവൻ വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും വിളിച്ചു കാണും, പക്ഷെ കേട്ടത് വളരെ കുറച്ച് പേരാണ്. കേട്ടവരെ ദൈവത്തിൻ്റെ മക്കളാക്കും, ദൈവഭക്തന്മാരാക്കി മാറ്റും. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവർ പിതാവിൻ്റെ മുമ്പിൽ മക്കളായി മാറുകയാണ്. അതാണ് ഈ നമ്മൾ 1 യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട്, കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കുവാൻ പിതാവിന് ഇത്ര വലിയ സ്നേഹം നമ്മളോട്. അപ്പം ദൈവഭക്തന്മാർ ദൈവമക്കളായി മാറും. ഈ ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരും. കാരണം ഇപ്പോൾ എൻ്റെ മക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ എന്നാൽ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളത് ചെയ്തു കൊടുക്കും. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അത് നല്ലതിനാണോ എന്ന് സംശയം തോന്നിയാൽ പോലും അവർ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും. അങ്ങനെ തന്നെയാണ് ദൈവം തമ്പുരാൻ മോശയോട് ദൈവം ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ ഈ എല്ലാ ജനതയും അങ്ങ് നശിപ്പിക്കാൻ പോകും, എന്നിട്ട് വേറെ തുടങ്ങാമെന്ന്. കാരണം മനുഷ്യൻ അത്രമാത്രം മറുതലിക്കുന്ന ഒരു സ്വഭാവം, റിബല്യസ് ഹാർട്ട് നമുക്കുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതൊന്നും അല്ലേ, ഏദൻ തോട്ടത്തിലുണ്ട്. ദൈവത്തിൻ്റെ നല്ല സ്വഭാവം കിട്ടിയെങ്കിലും ദുഷ്ടപിശാച് കയറി വന്നിട്ട് നമ്മുടെ ബുദ്ധിയെ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു, നമ്മുടെ DNA പോലും മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ആരെന്ത് നന്മ ചെയ്താലും ഈ കാലങ്ങളിൽ 2 പ്രാവശ്യം ചിന്തിക്കണം, അവൻ നന്മയ്ക്കാണോ ചെയ്യുന്നത്, അവനതോ ഇനി വേറെ വല്ലതും കണ്ടുകൊണ്ടാണ്. നമുക്ക് ഒരുത്തരുടേന്നും ഒരു പ്രസൻ്റാട്ടെ കൂടുതൽ അടുക്കാൻ നമുക്ക് ഭയമാണ്. കാരണം അവൻ എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലം. ഇവിടെ വേദപുസ്തകത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക, അത് ദൈവത്തിൻ്റെ ഭക്തന്മാരായി മാറണം. അങ്ങനെ ചെയ്യുമ്പം പറയുന്നു, യഹോവ ഭക്തിയുള്ളവർക്ക് വേണ്ടി ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. ഈ 145 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാനൊക്കെ. ആദ്യ ഭാഗം ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. എല്ലാം അങ്ങ് ദൈവത്തെ അങ്ങ് സ്തുതിക്കുകയാണ്. നമ്മൾ ദൈവത്തിനെ അതിനെ അടുത്ത് ഇടതും വരെന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കാണണം. ദൈവത്തെ നമ്മളങ്ങ് സ്തുതിക്കുക. ദാവീദിൻ്റെ കൂടെ നിന്ന് യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ ഗോചരമത്രേ. തലമുറയോട് നിൻ്റെ ക്രിയകളെ ഞങ്ങൾ പുകഴ്ത്തും. ദൈവത്തോട് ഈ ദൈവം ചെയ്ത നന്മകൾ പുകഴ്ത്താൻ പറഞ്ഞാൽ തീരത്തില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ വീര്യപ്രവൃത്തികളെ ഞങ്ങൾ പ്രസ്താവിക്കും.
നിൻ്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിൻ്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അപ്പം നമുക്ക് ധ്യാനിക്കാനുള്ളതൊന്നുമല്ല നമ്മളെ എല്ലാ വിഷമത്തെക്കുറിച്ച്, അയ്യോ അതെങ്ങനെ നടക്കിയത്, അതൊന്നും ധ്യാനിക്കാൻ വേദപുസ്തകത്തിൽ പറയുന്നത്. യു ഹാവ് ടു മെഡിറ്റേറ്റ് ദ പേഴ്സൺ ഓഫ് ഗാഡ്. ദൈവത്തെ നമ്മൾ ധ്യാനിക്കണം. അത് ഇസ്ഹാക്കിൻ്റെ കാര്യത്തിൽ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി അബ്രഹാം തൻ്റെ ദാസനെ പറഞ്ഞു വിട്ടു. പക്ഷെ ദാസൻ പോയപ്പോൾ ഇസ്ഹാക്ക് ചുമ്മാ ഇരിക്കുകയല്ല, ഇസ്ഹാക്ക് ധ്യാനിച്ചു എന്ന്, ദൈവത്തെ ധ്യാനിച്ചു. നമ്മൾ സമയമെടുത്ത് ദൈവത്തെ ധ്യാനിക്കണം. ആ ദൈവത്തോടുള്ള അടുപ്പം. അത് നമ്മളിപ്പോൾ വിചാരിക്കുമോ ദൈവത്തിനെ കാണാൻ വയ്യ. നോ, സ്പിരിറ്റ് ഇൻസൈഡ്, നമുക്കൊരു ഉള്ളിലൊരു ആത്മാവില്ലേ, ദൈവവും ആത്മാവല്ലേ. ദൈവത്തിനറിയാം നമ്മളെവിടെ ആയിരിക്കുന്നത്. ഭൂമിയുടെ എവിടെ ഇരുന്നാലും ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ആ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരണം. ആ ദൈവം പറയുകയാണ്, അത്ഭുത കാര്യങ്ങൾ ഞാൻ ധ്യാനിക്കും. മനുഷ്യൻ നിൻ്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിൻ്റെ മഹിമയെ വർണ്ണിക്കും. എല്ലാം ദൈവത്തിൻ്റെ സ്തുതിപ്പല്ലേ ഇവിടെ. അവർ നിൻ്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിൻ്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവൻ. ദൈവം മോശയോടാണ് ആദ്യമായിട്ട് തൻ്റെ സ്വഭാവങ്ങൾ കാണിച്ചത്. കരുണയും കൃപയും മഹാദയും ദീർഘക്ഷമയും. പുറപ്പാട് 33 ദൈവം അത് കാണിച്ചു കൊടുത്തു. ഇന്നും ആ ദൈവം അങ്ങനെ തന്നെയാണ്. ഈ ദൈവം അങ്ങേയറ്റം സ്നേഹിക്കുന്ന ദൈവം. ആ സ്നേഹത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ സ്വർഗത്തിൻ്റെ തുരുത്തി തനിയെ ചായും. അതായത് നമ്മൾ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ 38 പറയുന്നു, ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാര്. അത് തുരുത്തി ചരിച്ച് നമുക്ക് വേണ്ടി ഒഴിക്കും. എപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവരെപ്പോഴും എൻ്റെ ഇരിക്കുമെന്ന് പറയുന്നത്, ഇന്നലെ പ്രാർത്ഥിച്ച് മടുക്കരുത്. അത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ എന്നോട് പറയും, സൗദി വെച്ചാണ്, സ്വർഗത്തിലൊരു കപ്പുണ്ട്. ആ കപ്പിനകത്ത് നമ്മുടെ പ്രാർത്ഥന ചെന്ന് കഴിഞ്ഞിട്ട് അത് പെയ്യനെ നിറഞ്ഞിട്ട് പുറകോട്ട് അല്ലെങ്കിൽ ചരിച്ചത് താഴോട്ട് ഉത്തരമായിട്ട് വരും, അല്ലെങ്കിൽ നിറഞ്ഞ് തുളുമ്പി വരും. അപ്പോൾ ഒരു പാത്രമുണ്ടെങ്കിൽ ആ പാത്രം നിറയണം നമ്മുടെ പ്രാർത്ഥന. ഇവിടെ പറയുന്നത് ആകാശത്തിലെ തുരുത്തി എന്തുവാ? മരുഭൂമിയിലൊക്കെ ജീവിക്കുന്നവർ ഈ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കി ആ തുരുത്തി ഉണ്ടാക്കി ഒരു പാത്രം പോലെ അല്ലെങ്കിൽ ഒരു കുടം പോലെ ഉണ്ടാക്കിയിട്ട് അതിനൊരു ചെറിയ ഓപ്പണിങ് കാണും. അതിനകത്ത് വെള്ളം നിറച്ച് അല്ലെങ്കിൽ പാല് നിറച്ച് എന്താണ് അവരുടെ ആവശ്യം, അല്ലെങ്കിൽ എണ്ണ നിറച്ച് അവർ കൊണ്ട് നടക്കും. വൈനുണ്ടാക്കുന്നതും തുരുത്തിയിലാണ്. തുരുത്തി ഒരു കണ്ടെയ്നറാണ്. ഇന്ന് നമ്മളോട് ദൈവം പറഞ്ഞു, സ്വർഗത്തിൻ്റെ തുരുത്തി ഞാൻ ചരിച്ചിരിക്കുന്നു. എപ്പോഴാണ്? തുരുത്തി നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട്. ദിനംപ്രതി ഐക്യല്ലേ, ദിനംപ്രതി ഇവിടുന്ന് സൗരഭ്യവാസന പോലെ നമ്മുടെ വചനം കടന്നില്ലയാണ്. ഇത് നിറഞ്ഞെന്നേ, ഇതിപ്പോൾ ചരിക്കുന്ന ദൈവം നമ്മളൊരു പാത്രം ചരിച്ചു. അപ്പം പ്രസാദം കൊടുക്കുന്നുണ്ട്. ഈ അമ്പലങ്ങളിലൊക്കെ പ്രസാദം കൊടുക്കുന്നുണ്ട്. വളരെ വളരെ പ്രസാദം. ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവർ നമ്മുടെ കയ്യിലൊന്നും തൊടുകയില്ല. അവരൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടത്തേ ഉള്ളൂ. ഇട്ട് കൊടുക്കുക. പ്രസാദം ഇട്ട് കൊടുക്കുക, വാങ്ങിക്കുകയല്ല. അതുപോലെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ട് തരിക. നമ്മൾ കൈ നീട്ടി വാങ്ങിച്ചാൽ മതി. അവിടെ വിനയവും പ്രസൻസ് കാണും, സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം. ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നു. അത് ചരിച്ചു കഴിഞ്ഞെന്നേ നമുക്ക് വേണ്ടി. സങ്കീർത്തനം 51, നീ എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ കരയുന്നതൊക്കെ ദൈവം കണ്ടു. നമ്മുടെ വിഷമങ്ങൾ അവൻ അറിഞ്ഞു കഴിഞ്ഞു. 126:5 126:5 വളരെ പ്രധാനം. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ പോയി. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ട് നടന്നു, കറ്റ ചുമന്ന് ആർപ്പോടെ തിരിച്ചു വരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവൻ ഉത്തരം തരുമെന്നും, അവൻ സത്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം എളുപ്പം കിട്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിലൊക്കെ ഞാൻ കണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കും, ഉടനടി ചിലർക്ക് ഉത്തരം കിട്ടും, പിന്നെ അവരെ കാണത്തില്ല. അപ്പം ഞാൻ പറയും, അല്ല, അത്ര പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകൊണ്ട് നിങ്ങളാരും പിന്നെ നമ്മൾ നിർബന്ധിച്ചവരെ വിളിച്ച് തിരിച്ചു കൊണ്ടുവരും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. പെട്ടെന്ന് ഉത്തരം കിട്ടി നമ്മൾ വ്യക്തികളെ നമ്മൾ കാര്യം നേടുന്നവരെ മാറും. കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന അതല്ല. വ്യക്തിൻ്റെ പുറകിലുള്ള വ്യക്തി ആര്, ഈ ദൈവം ആര്, ഇവനെ ഞാൻ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നു. തന്നാലും ഇല്ലേലും. അതാണ് ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞത്. ശദ്രക് മേശക് അബേദ്നെഗോവിന് നെബൂഖദ്നേസർ പറഞ്ഞു, 90 അടി പൊക്കമുള്ള സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചു. അദ്ദേഹത്തിൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇത്രയും വലിയൊരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചു. മനുഷ്യന് പേടിയാകും കണ്ടാൽ. 9 അടി വീതി.
അങ്ങനെയുള്ള ഇതിനെ കൊണ്ടുവച്ചേച്ച് കാഹളവും തമ്പുരും അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യരും ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. എന്താണ്? നെബൂഖദ്നേസറിനെ മുട്ടുകുത്തണം തന്നെയല്ലേ എൻ്റെ അർത്ഥം? ദൈവമായിട്ട് മാറുകയാണ്. എന്നാൽ 3 ബാലന്മാർ ശദ്രക് മേശക് അബേദ്നെഗോ അവർ മുട്ടുകുത്തിയില്ല. രാജാവിന് ദേഷ്യം വരുന്നു. രാജാവ് അവരെ വിളിക്കുന്നു. അവരെന്താ പറഞ്ഞത്? രാജാവേ, ഞങ്ങളുടെ ദൈവം ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. അതല്ല, രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ വിഗ്രഹത്തിനെ മുട്ടുകുത്തത്തില്ല. കാരണം അവർ പഠിച്ച 10 കൽപ്പനയ്ക്കകത്ത് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്നും വിഗ്രഹത്തിനെ നമസ്കരിക്കരുതെന്നും അവർ പഠിച്ചത് അവരുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരുന്നു. ദാറ്റ്സ് എക്സാക്ട്ലി ദൈവമക്കളാണെന്ന് നമുക്ക് മക്കളുടെ പദവി അറിയണം. നമ്മൾ സ്ലേവ്സ് അല്ല, നമ്മൾ പ്രാകാരത്തിൽ നിൽക്കുന്നവരല്ല. നമ്മൾ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും കയറി ചെല്ലാൻ വിളിച്ച്, അതായത് തിരശ്ശീല 2 മാറിയിട്ട് കർത്താവിൻ്റെ നെഞ്ച് പിളർന്നു കഴിഞ്ഞു. ഈസ് വെയിറ്റിംഗ് ഫോർ അസ് ടു ഗോ നിയർ ഹിം. അപ്പൻ എന്നുള്ള പദവി തിരിച്ചു കിട്ടിയത് ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക്. ആ പദവിയിൽ നമ്മളായിക്കഴിഞ്ഞാൽ പിന്നെ മക്കളായിട്ട് പ്രവർത്തിക്കാൻ പഠിക്കണം. അല്ല, മുടിയനായ പുത്രൻ്റെ ഒരുവൻ മുടിയൻ, അവനെല്ലാം കൊണ്ട് നശിപ്പിച്ചു. അതുപോട്ടെ, മറ്റേ മൂത്ത മകനുണ്ടല്ലോ, അവനും സ്വന്തം അപ്പനെ അപ്പനായിട്ട് കണ്ടില്ല, ഒരു സ്ലേവിനെ പോലെ ജോലി ചെയ്തു. അങ്ങനെയല്ലേ പല വിശ്വാസികളും ആ സ്നേഹത്തിലോട്ട് കയറി വരിക. ദൈവം വിളിച്ചു മാറ്റുന്നു, അനേകരെ വിളിച്ചു മാറ്റുന്നു. ഈ വിത്തുകൾ കിളുത്തിയൊക്കത്തുള്ളൂ. ഈ ഒബദ്യാവിനകത്ത് 1:7 പറയുന്നു, എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും, യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. ഒരു വിശുദ്ധ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതഗണം ഉണ്ടാക്കും. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നമുക്ക് വേണ്ടി ഒരു രക്ഷിതഗണം ദൈവം തന്നെത്താൻ ഒരു ചോസൻ, അതായത് എലക്റ്റ് എന്ന് പറയും, നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ആ ഇലക്റ്റഡ് പീപ്പിൾ ദൈവം കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്കിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം തരുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിൻ്റെ കണ്ണുനീരിന് ഉത്തരം തരികയാണ്. അത് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. പറയുന്നു, അവരുടെ നിലവിളി കേട്ടു അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടന്മാരെ അവൻ നശിപ്പിക്കും. എൻ്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഈ ഫിലിപ്പിയർ 3:14 നമ്മളെന്താണ്? നമ്മൾ പിമ്പിലുള്ളതെല്ലാം മറന്നിട്ട്, പൗലോസ് പറഞ്ഞത്, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശു ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക് ഓടണം. നമ്മുടെ കാര്യങ്ങളെല്ലാം അപ്പച്ചൻ ചെയ്തു തരും. പക്ഷെ നമുക്ക് കുറച്ച് ഡ്യൂട്ടിയുണ്ട്, റെസ്പോൺസിബിലിറ്റീസ്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഈ 84 സങ്കീർത്തനം, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ദൈവം ചെയ്ത നന്മയ്ക്ക്, രക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ദൈവം ചെയ്ത നന്മകൾക്ക് രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ ഞാൻ വിളിച്ചു പറയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രാർത്ഥന ശൈലി മാറാൻ കിടക്കുന്നു. നമ്മൾ യേശു ആരെന്നറിയാൻ മാറണം. ദൈവം ആരെന്നും അറിയുന്നത് മാറാനിരിക്കുന്നു. കൂടുതൽ അടുത്തോട്ട് വാ. വചനം പല പ്രാവശ്യം കേൾക്കുമ്പോൾ വചനം ജഡമായി മാറും. ജീവവൃക്ഷം ഉണ്ടാകട്ടെ. നല്ല ജീവവൃക്ഷത്തിൽ നിന്ന് എപ്പം വേണേലും കഴിക്കാൻ ആദത്തിന് അവകാശം ഉണ്ടായിരുന്നു. നന്മതിന്മയുടെ വൃക്ഷം കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് ജീവവൃക്ഷം യേശുവാണ്. അതാണ് ഈ പുസ്തകം. അതിൽ നിന്ന് നന്മ തിരഞ്ഞെടുക്കുക, നന്മ ജീവിക്കുക, നല്ലത് വരട്ടെ, ശുഭത പ്രാപിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. നാഥൻ്റെ കയ്യിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഉത്തരം തരാത്തതില്ല. യഹോവ ഭക്തന്മാർ പ്രാർത്ഥിച്ചു, യഹോവ ഭക്തന്മാർ സംസാരിച്ചു, ശ്രദ്ധ വെച്ച് കേട്ടു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും സംസാരിച്ചാലും അവിടുന്ന് കേൾക്കുന്നു. ശരിയായി പറയുന്നുണ്ട്, എൻ്റെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുമ്പേ നീ ഉത്തരം തന്നു. അങ്ങനെ ഉത്തരം തരുന്നൊരു ദൈവം. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ 7 പറയുന്നു, ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. എന്നോട് ചോദിക്കണം, മുട്ടുവീൻ വാതിൽ തുറപ്പെടും, യാചിപ്പീൻ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. ഈ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് പോലെ കടന്നു ചെല്ലണം. അങ്ങനെ ഞങ്ങൾ നിൻ്റെ അടുക്കിലേക്ക് ഓടി വരിക. ഞങ്ങളുടെ എല്ലാ ആവശ്യത്തിനും അവിടുന്ന് മതിയായണം. അവിടുത്തെ പരിശുദ്ധാത്മ എഴുന്നള്ളി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ബോധം ഞങ്ങളുടെ തലയ്ക്കകത്തോട്ട് വരട്ടെ അപ്പച്ചൻ. ഇന്ന് വരെ വിഷമിച്ച ഭാരങ്ങളെല്ലാം അപ്പച്ചൻ ഏറ്റെടുത്തു. ഇത്ര വലിയ സ്നേഹിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ രാജാവ് നിന്നിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആശ്രയത്തിൻ്റെ ഉത്തരം നീ തന്നെ ആകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാര്യം നേടുന്നതിന് വേണ്ടി മാത്രമല്ല അപ്പച്ച, നിന്നോട് സ്നേഹത്തോടുകൂടി വ്യക്തിയാ ദൈവമാകുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം.
അത് ചെയ്താട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നാട്ടെ. അന്തരാത്മാവ് ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾ മുൻപോട്ട് പോകട്ടെ. അങ്ങനെയാകുമ്പോൾ ഒരു ശക്തിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കാനൊക്കത്തില്ല. ഈ ജയിച്ച ദൈവത്തിൻ്റെ കൊടിക്കീഴ് ഞങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടുവന്ന് വെച്ച് തരും. നാഥൻ ജയിച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ അന്ത്യം കാണുക പച്ച. നീ ജയിച്ച് വീരനായിട്ട് നിൽക്കുന്നതിനാൽ ഞങ്ങളുടെ എല്ലാ ആവശ്യത്തിനും അവിടുന്ന് മതിയായവൻ. പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് ഉത്തരം തരുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ. ആമേൻ.